പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുള്ളത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. മുൻകാലങ്ങളിലേതുപോലെ തന്നെ അഭിമാനകരമായ രീതിയിൽ മയക്കുമരുന്ന് കേസിലെ ടാൻസാനിയക്കാരനായ പ്രതിയെ ബാംഗ്ലൂരിൽ പോയി ക്രൈം ത്രില്ലറിനെ പോലും വെല്ലുന്ന രീതിയിൽ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2023 കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായ 728 ഗ്രാം MDMA പിടിച്ചെടുത്ത കൊല്ലത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത അതേ കരുനാഗപ്പള്ളി സ്ക്വാഡ് തന്നെയാണ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മൊത്തക്കച്ചവട വിതരണക്കാരനായ താൻസാനിയ സ്വദേശി ഇസ അബ്ദുൽ നാസർ അലിയെ താമസ സ്ഥലത്ത് പോയി പിടികൂടിയത്. The money only came to my bank account. They misused my bank account. Today I'm here. That's the reason. All of them they know. അതായത് കഴിഞ്ഞ ദിവസം പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു 30/8/2024 ഈ കഴിഞ്ഞ മാസം 30-ാം തീയതി നമുക്ക് പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒന്നാം പ്രതിയെ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് കണ്ടു. അങ്ങനെ ഞങ്ങള് ചെക്ക് ചെയ്തപ്പം കിട്ടിയതാണ് 28 ഗ്രാം MDMA ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് നമ്മുടെ നിയമപ്രകാരം നിരോധിതമായിട്ടുള്ള മയക്കുമരുന്നാണ്. അപ്പം അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു. മറ്റ് ഇൻട്രോഗേഷൻ എല്ലാം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇയാൾക്ക് ബാംഗ്ലൂര് പോയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങളൊരു ടീം ഫോം ചെയ്യുകയും ബാംഗ്ലൂരോട്ട് പോവുകയും അവിടെ കൂടുതൽ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇയാളുടെ കൂട്ടുപ്രതി നമ്മുടെ രണ്ടാം പ്രതിയും കൂടി നമുക്ക് അവിടെ നിന്ന് പിടിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇതിന്റെ സോഴ്സ് പലപ്പോഴും നമുക്കറിയാം NDPS കേസുകളിൽ ആദ്യത്തെ 1-2 പേരിൽ ഇത് ഒതുങ്ങാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന് ഒരു സോഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴത്തേക്കും ഇതിന്റെ ഭാഗമായിട്ടൊരു വിദേശിയും കൂടിയുണ്ട്. അയാളാണ് ഇത് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ ടീം അവിടെ 2-3 ദിവസം ഹോൾഡ് ചെയ്യുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ വിദേശിയുടെ നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചു. അങ്ങനെ ഇപ്പൊ 3 പ്രതികളെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഈ കേസിൽ കൂടുതലായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ട കുറച്ച് ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും മറ്റും നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ അന്വേഷണം വരുന്ന മുറയ്ക്ക് ഞങ്ങൾ ഇൻഫോം ചെയ്യാം. ഇപ്പം കേസ് ആ ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. 2 മലയാളികളും ഒരു വിദേശിയും. ഇപ്പൊ നമ്മൾ ഈ വിദേശിയെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോ ഏതെങ്കിലും ദുസ്സഹമായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതാണോ? നമ്മുടെ ടീം അതിന് പ്രത്യേക അപ്രിസിയേഷൻ അർഹിക്കുന്നവരാണ്. അവർ അത്രയും റിസ്ക് എടുത്തിട്ടാണ്. കാരണം നമുക്ക് അറിയില്ല ഇവരെന്ത് സാഹചര്യത്തിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് നിരവേടി തീർക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നു, വെടിവെപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലുണ്ടായിരുന്നു വരെ തോന്നിയിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അവരെ പിടിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഒരു സാഹസിക യാത്ര തന്നെയായിരുന്നു. അതെ, അപ്പൊ അത്ര റിസ്ക് എടുത്ത് നമ്മൾ കൊണ്ടുവന്ന പ്രതികളാണ് ഈ ഒരു ഡ്രഗ്സിനെതിരെയുള്ള നമ്മുടെ ഫൈറ്റിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിവതും കുറച്ച് ഇൻഫർമേഷൻ അത്യാവശ്യമുള്ള മാത്രം ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇത് ചെയ്യും. പ്രധാനം നമ്മുടെ ഇതിനായിട്ട് വർക്ക് ചെയ്ത ടീമിനെ നിങ്ങൾ മീറ്റ് ചെയ്യണം. ഓരോരുത്തരും നമ്മുടെ ടീമിനെ ലീഡ് ചെയ്തായിരുന്നു നമ്മുടെ ഇൻസ്പെക്ടർ ആണ് ഇതിന്റെ മെയിൻ. നമ്മുടെ SI ഷമീർ ആണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്ത്. നമ്മുടെ ടീം എല്ലാവരും ഒന്ന് അതാണ് പ്രധാനം. അവർ അത്രയും എഫേർട്ട് ഇട്ടു. കരുനാഗപ്പള്ളിയിൽ നിന്നും ബാംഗ്ലൂരിൽ പോയി 7 ദിവസത്തെ അതിസാഹസികമായ കുറ്റാന്വേഷണത്തിനൊടുവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കരുനാഗപ്പള്ളിയിൽ എത്തിച്ച കരുനാഗപ്പള്ളി പോലീസിന്റെ പ്രവൃത്തി അഭിനന്ദനാർഹമാണ്. ദിസ് ഈസ് അഫ്സൽ കേസ്പുരം സൈനിങ് ഓഫ്. ബൈ.